ഹലോ കുഞ്ഞുമക്കളെ, നിങ്ങൾ ഈ വോയിസ് കേൾക്കാതെ പോരുത്, ഈ വീഡിയോ കാണാതെ പോരുത്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്, അതൊന്നും വിഷയമല്ല. പക്ഷേ ഒരു പ്രവാസിനെ സംബന്ധിച്ചിട്ട് ഇതൊരു ദയനീയാവസ്ഥയാണ്. ഏതൊരു രക്ഷിതാക്കളാണെങ്കിലും, ഇനിയിപ്പോ ഉമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒരാൾക്കും ഈ ഒരു ഗതികേട് വരാതിരിക്കട്ടെ മക്കളിൽ നിന്ന് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന. നിങ്ങൾ ഈ വീഡിയോ കാണണം, നമ്മളെ മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം, അവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടോ ഇല്ലയോ നിങ്ങൾ ഈ ഫുള്ള് വീഡിയോ കാണുന്നെ വേണം, നിർബന്ധമാണ്. കേൾപ്പിച്ചു കൊടുക്കും വേണം. അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. നമ്മളെ മക്കള് നല്ല നിലയിലെത്തണം, അവരൊരു കഷ്ടപ്പാടും അറിയരുത്. അവർക്ക് എന്താ പറയാ, നമ്മളെ സന്തോഷങ്ങളും നമ്മളെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്നത്. ഏതൊരു ആളാണെന്നുണ്ടെങ്കിലും അവർക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊന്നും സാധിച്ചില്ലെങ്കിലും മക്കളെ കാര്യങ്ങൾ സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരുവിധം രക്ഷിതാക്കളൊക്കെ അവർക്ക് വേണ്ടി. എല്ലാവർക്കും ചിലപ്പോൾ നല്ല പൈസയും നല്ല ജോലിയോ ഒന്നും ഉണ്ടാവില്ല. പല ജോലിയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർ ആരാണെന്നുണ്ടെങ്കിലും അവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇപ്പൊ നല്ല ജോലിക്കാരനാണെങ്കിലും അവനക്ക് അതിൻ്റെതായ ചെലവും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാവും. കുറഞ്ഞ ജോലിക്കാരനാണെങ്കിലും അവനക്കും ഉണ്ടാവും അതേപോലെ തന്നെ എന്താ പറയാ, വലിയ ചെലവുകളും കാര്യങ്ങളും ഒക്കെ. ഇനിയിപ്പോ നമുക്ക് 10 ലക്ഷം റിയാലിന്റെ ജോലിയാണെന്നുണ്ടെങ്കിലും അവനക്കും ഉണ്ടാവും അതിന്റെ പ്രയാസങ്ങൾ. നമുക്ക് ഒരു 500 റിയാലിന്റെ ജോലിക്കാരനാണെന്നുണ്ടെങ്കിലും അവനക്കും ഉണ്ടാവും. അവന് വിചാരിക്കും അതിനെക്കാട്ടും വലിയൊരു ജോലി കിട്ടിയാൽ എനിക്ക് സമാധാനമാവും. അപ്പോഴും ഉണ്ടാവും നമുക്കൊക്കെ ഇതേപോലത്തെ ചെലവ്. പക്ഷെ ആ ചെലവിന്നൊക്കെ നമ്മൾ തുച്ഛമായ പൈസ മാറ്റി വെച്ചിട്ടാണ് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതെന്താ പറയാ, ചില മാതാപിതാക്കൾ അവരെ ആഗ്രഹവും സാധിപ്പിക്കുന്നുണ്ടാവില്ല. പക്ഷെ മക്കളും അവരുടെ കുടുംബം നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ കാര്യം. ഒരു മോന് ഒരു ഉപ്പാനോട് ആവശ്യപ്പെട്ട ഒരു മൊബൈല്, ഒരു ഐഫോൺ വേണം. ഉപ്പ, ഞാൻ സ്കൂളിൽ ഇത്രയും ക്ലാസ്സിൽ പാസ്സായില്ല, എനിക്ക് നിങ്ങൾ ഒരു ഐഫോൺ വാങ്ങിത്തരുമോ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഐഫോൺ ഉണ്ട് എന്ന് പറഞ്ഞ്. ആയിക്കോട്ടെ മോനെ, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാന്ന് പറഞ്ഞ് ആ ഉപ്പ നാട്ടിലേക്ക് പോകുമ്പോൾ ആ മോനക്ക് നല്ലൊരു ഐഫോൺ വാങ്ങിച്ച് കൊണ്ടുപോയി കൊടുത്തു. ഉപ്പ രണ്ടു മാസമായിട്ട് മോന്റെ കൂടെ ജീവിച്ചു. സുഖസുന്ദരായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ ഉപ്പ തിരിച്ചു വന്നു. എന്താ പറയാ, അള്ളാന്റെ ഒരു എന്താ പറയാ വിളിക്കുത്തരം നൽകി. അദ്ദേഹം ഇവിടെ വന്ന് 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്താ പറയാ പടച്ച റബ്ബിന്റെ വിളിക്കുത്തരം നൽകി അദ്ദേഹം മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കളോട് ചോദിച്ചു, ഉപ്പാന്റെ ഒരു ഫോട്ടോ ഉണ്ടോ, ഉപ്പാന്റെ ഒരു ഫോട്ടോ ഒന്നിവിടെ ആവശ്യമുണ്ടായിരുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഉപ്പാന്റെ ഫോട്ടോയും അതുപോലെ ന്യൂസിൽ കൊടുക്കാനൊക്കെ ഉപ്പാന്റെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അപ്പോ ആ ഉപ്പാന്റെ മോന് ആ കൊണ്ടുപോയ ഐഫോണിൽ ആ ഉപ്പാന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങള്. ഒരു ഫോട്ടോ പോലും ആ ഉപ്പാന്റെ ഫോണിൽ, ആ മോന്റെ ഫോണിലില്ല. ഉപ്പ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഉപ്പാന്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട്, സമാധാനങ്ങളും സന്തോഷങ്ങളും മാറ്റി വെച്ചിട്ട് കൊടുത്ത ഒരു ഫോണിൽ ഉപ്പാന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. എന്താ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കാണ്. അപ്പൊ ഇതാണ് പറഞ്ഞത്, ചിലപ്പോൾ നമ്മളെ മാതാപിതാക്കളെ ഫോട്ടോ നമ്മളെ മൊബൈലിൽ ഉണ്ടാവൂല. നമ്മളെ പല ആൾക്കാരെ ഫോട്ടോയും പല ആൾക്കാരെ സെൽഫിയും പല ആൾക്കാരെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും, ഒക്കെ പകർത്തുണ്ടാവും. പക്ഷെ സ്വന്തം ഉപ്പാന്റെ ഫോട്ടോ ആ ഫോണിൽ ഇല്ല എന്ന് പറഞ്ഞ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്, ഉള്ള ഗാലറി മുഴുവനും തിരഞ്ഞിട്ട് ആ ഫോട്ടോ കിട്ടിയില്ല. പിന്നെ ഏതോ ഒരു കൂട്ടുകാരനൊരു ഫോട്ടോ കൊടുത്തതാണ് ആ ഉപ്പാന്റെ ഫോട്ടോ വെച്ചിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തത്. എന്താ അവസ്ഥ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥ നമ്മളെ മക്കളിൽ നിന്ന് ആർക്കും വരാതിരിക്കട്ടെ. അത് പ്രത്യേകിച്ച് ഏതൊരു രക്ഷിതാവാണെങ്കിലും എന്താ പറയാ, എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്. ആ സന്തോഷം നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും ഉപ്പാന്റെ കൂടെ ഉള്ളത്. ഇനിയിപ്പോ ഉപ്പ മരിച്ചിട്ട് ഇപ്പൊ നമ്മളൊക്കെ, എൻ്റെ ഒക്കെ ഉപ്പാന്റെ ഒപ്പമുള്ള ഫോട്ടോ എൻ്റെ അടുത്ത് ഒന്നേ ഒറ്റുള്ളൂ ആകെ. പക്ഷെ പഴയ കാലത്ത് നമ്മളെ കല്യാണത്തിന്റെ CD-യിലൊക്കെ ഉപ്പാന്റെ ഫോട്ടോ, ഉപ്പാന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, അന്നത്തെ കാലത്ത് ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രയാസത്തിന്റെ ഇടയിൽ ആ CD ഒക്കെ കംപ്ലൈന്റ് ആയി. ഇപ്പൊ നമ്മളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആ ഉപ്പാന്റെ ഒരു ഫോട്ടോ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്.
മനസ്സിലായോ? 1 2 ഫോട്ടോ ഉണ്ട്, അതും വലിയ ക്ലിയർ ഒന്നും ഇല്ലാത്ത ഫോട്ടോ. അന്നൊന്നും ഫോൺ അത്ര ക്ലിയർ ഉള്ള ഫോണൊന്നും നമ്മളെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇനി പറയാനുള്ളത് എന്താ അറിയോ, ഇപ്പൊ ഇന്ന് എല്ലാ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാവരുടെ കയ്യിലുണ്ട്. ഒരു ഫോട്ടോ എങ്കിലും ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ഫോട്ടോ നല്ലത് നിങ്ങൾ എടുത്തു വെക്കണം. അതൊരു റിക്വസ്റ്റ് ആണ്. ഈ വീഡിയോ ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ കണ്ടിട്ടുണ്ടാവോ എന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഈ ഒരു അനുഭവം കേട്ടപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് പങ്കുവെച്ച്. ആ വീഡിയോ സത്യമാണോ അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എന്താ പറയാ, ഞാനൊരു പ്രവാസിയാണ്. എൻ്റെ അവസ്ഥ എന്താവുന്നൊന്നും ഇപ്പൊ എനിക്കറിയാൻ കഴിയൂല. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ഒരു സംഭവമാണ് അല്ലെ, ഒരു ചെറിയ ഒരു സംഭവമായിട്ടാണ് നമുക്കൊക്കെ തോന്നുന്നത്. പക്ഷെ ആരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ചിലവരുടെ കയ്യിലുണ്ടാവും, ചിലവരുടെ കയ്യിലുണ്ടാവില്ല. ചിലവരുടെ കയ്യിൽ ചിലപ്പം ഫോൺ ഉണ്ടെങ്കിലും ചിലപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നത്താൽ ആ ഫോണ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പോയി കഴിയും. എൻ്റെ ഉപ്പാന്റെ ഫോട്ടോ ഒരുപാട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഫോണിക്ക് വരുമ്പോൾ ആ ഫോണിൽ അത് ഡിലീറ്റ് ആയി പോകും. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് ഒരുപാട് ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മളൊക്കെ ഖേദിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ അങ്ങക്കൊന്നും വരാതിരിക്കുക. നമ്മളെ മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊക്കെ ഒന്ന് ഇടക്കൊന്ന് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ആർക്കും ഇങ്ങനത്തെ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു.